ചേട്ടാ ഞാൻ പോവാം, ഞാൻ അവരെ കണ്ടിട്ട് പോവാം. നിങ്ങൾ ബഹളം വെക്കല്ലേ, ഞാൻ ഇറങ്ങി പോവാം, ഞാനൊന്ന് കണ്ടോട്ടെ. അത്ര ഇഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടല്ലേ. ഉല്ലാസ് പന്തളം വിനോടി മാലി ഒരു കാര്യം പറയാമല്ലോ, ഞാൻ നിങ്ങളുടെ രണ്ടുപേരും കടുത്തൊരു ആരാധകനാണ്. എന്റെ ദൈവമേ, ഉല്ലാസ എസ് ഐ ആയിട്ടൊക്കെ ഒന്നൊരു ഡാൻസ് ഫാമിലി ആയിട്ടിരുന്ന് ചിരിച്ചു. പിന്നെ പേരാണ് ഞാൻ കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് സത്യം. ഞാനും എന്റെ ദൈവമേ കടിച്ച് തിന്നട്ടെ ഞാൻ. ഹലോ, പേരെന്താണ്? എന്റെ പേരോ അശ്വതി. അല്ലാതെ ഐശ്വര്യറായി എന്നല്ലല്ലോ. വീട്ടിലൊരു അതിഥി വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന കാര്യമൊന്നുമില്ല നിങ്ങൾക്ക്. സ്ത്രീകളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും, ഒരു അതിഥി വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കും, ഒന്ന് ബഹുമാനിക്കാനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ആരാ? എന്താ നിങ്ങൾ ആരാ? ചോദിച്ചു കേട്ടില്ല, നിങ്ങൾ ആരാന്ന്? ആ രണ്ടുപേരുടെ ചോദിക്കൂ ഞാൻ ആരാണെന്ന് അവർ പറഞ്ഞു തരും. ഞാനിപ്പോ അവരോടല്ലോ ചോദിച്ചു, നിങ്ങളോടല്ലേ. നിങ്ങൾ ആദ്യം മറുപടി പറ. ബിനോടിമാലേ ഉല്ലാസ് പറഞ്ഞു കൊടുക്കും ഞാൻ ആരാണെന്ന്. ഈ ഇരിക്കുന്ന രണ്ടുപേരില്ലേ, അവര് കഞ്ഞി കുടിച്ച് കിടക്കുന്നത് ഞാൻ വിചാരിച്ചോണ്ടാ. ശരിക്കാണോ ഏട്ടാ? ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി വെക്കണ ആളാ. അതെന്നാ പരിപാടി ബിനോടിമാലി ഇങ്ങനെ പറയുന്നത്? പിന്നെ നിങ്ങൾ തന്നെ അങ്ങനെ പറഞ്ഞേ? സുഹൃത്തെ, ഞങ്ങൾ തന്ന SMS കൊണ്ടാ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഷൈൻ ചെയ്തിരിക്കുന്നത് കണ്ടാ. റിയാലിറ്റി ഷോയില് ഞാൻ വേറൊരു കേസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ. സത്യം, നിങ്ങൾ എന്താണ് കഴിക്കുന്നത് രണ്ടുപേരും? എന്താണ് കഴിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും? ഞങ്ങൾ സാധാരണ ചോറ്. ഞങ്ങൾ സാധാരണ നിങ്ങൾ കഴിക്കുന്ന പോലെ തന്നെ ഞങ്ങളും കഴിക്കുന്നു ചോറ്. പക്ഷെ നിങ്ങൾക്ക് ഈ കോമഡി എങ്ങനെ വരുന്നു? ഞാൻ എത്ര കഴിച്ചിട്ട് കോമഡി വരുന്നില്ല. അതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. അത് സെൻസ് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ വേണം. സത്യം, ഞാൻ നിങ്ങളുടെ എൻ്റെ അശ്വതി, ഞാനൊരു കേസ് പറയാം. ഞാൻ ഇവരുടെ പരിപാടി ഞാൻ സ്ഥിരം യൂട്യൂബിൽ കാണും. യൂട്യൂബിൽ കണ്ടിട്ട് രണ്ടുപേരെയും കോമഡി ഉണ്ട് ചിരിച്ച്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 8:30 മണിയാകുമ്പോൾ ഞാൻ യൂട്യൂബ് ഇടും. ഞങ്ങളിവിടെ ഇച്ചിരി നെറ്റ്വർക്ക് കംപ്ലൈൻ്റ് ആണ്. 8 മണിയാകുമ്പോൾ നല്ല പോലെ മറ്റേ കറങ്ങും. അത് കണ്ടിട്ട് ഒരു ചിരിച്ചിട്ട് സത്യം രാത്രി 2:30-3 മണി വരെ ഇരുന്ന് ചിരിച്ച് രാത്രി ശ്വാസം മുട്ടൽ വരും. ശ്വാസം മുട്ടൽ വരുമ്പോൾ ഞാൻ കിടന്നുറങ്ങും. അത്ര ചിരിക്കും. എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ അതിൻ്റെ അടിയിലോട്ട് ടൈപ്പ് ചെയ്യും, ചളി കോമഡി, ഇവനൊന്നും പോയി ചത്തോടാടാ. അങ്ങനെയുള്ള കുറെ കമന്റുകൾ ഞാനായിരുന്നു. അങ്ങനെ നിങ്ങൾ ഷൈൻ ചെയ്യണ്ട, അങ്ങനെ നിങ്ങൾ കോമഡി കാണിച്ച് ഷൈൻ ചെയ്യണ്ട. പിന്നെ നിങ്ങൾ അങ്ങനെ ഷൈൻ ചെയ്യണ്ട. അപ്പൊ നിങ്ങളെ പരിപാടി കാണുമ്പോൾ എല്ലാവരും ചിരിക്കുമല്ലോ. ചിരിക്കുമ്പോൾ നിങ്ങൾ ഷൈൻ ചെയ്യുമല്ലോ. നിങ്ങൾ ആൾക്കാർ കാണുമ്പോൾ എല്ലാവരും നിങ്ങളെ വന്ന് ഷേക്ക് ഹാൻഡ് തരുമല്ലോ. അങ്ങനെ നിങ്ങൾ ഷൈൻ ചെയ്യണ്ട. അതുകൊണ്ട് നമ്മളെയും കൂടെ ശ്രദ്ധിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇഷ്ടം പോലെ ചീത്തയൊക്കെ എഴുതും. അശ്വതിയുടെ ഫോട്ടോയിൽ എത്ര ചീത്ത ഞാൻ എഴുതിയിട്ടുണ്ട്. സത്യം, കുറെ പരിപാടിയിൽ എന്റെ സ്ഥിരം പരിപാടിയാണ്. പക്ഷേ ആ എഴുത്തെല്ലാം ഞാൻ നിർത്തി. നല്ല നല്ല കമന്റ് എഴുതുന്ന നല്ല നല്ല ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ വെച്ച് എഴുതി അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ 3 മാസമായി എനിക്ക് ജോലി കിട്ടി ദുബായിൽ. അറബിയുടെ കീഴിൽ ജോലി കിട്ടി. ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കാൻ. സത്യം, ഞാൻ ഇനി നന്നായിട്ട് ജീവിച്ചോളാം. പക്ഷെ ഞാൻ വന്നത് എൻ്റെ ഉല്ലാസിനെ ഒന്ന് കാണാനായിട്ടാണ്. ഉല്ലാസിന്റെ ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോൾ തന്നെ ഞാനൊരു സാധനം മേടിച്ചു. എൻ്റെ ഇഷ്ടപ്പെട്ട ബിനോടി മാലി എനിക്ക് ഇഷ്ടമുണ്ട്, എന്നാലും ഉല്ലാസ് പന്തളത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഉല്ലാസ് പന്തളത്തിനെ കാണാൻ വേണ്ടി വന്നതാണ് എൻ്റെ ആദ്യത്തെ. ഒരു ഫീലിംഗ്. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം നിങ്ങളെ ഇഷ്ടമാണ്, എന്നാൽ എൻ്റെ അത്രയും ഇഷ്ടമല്ല എന്നുള്ളതേ ഉള്ളൂ. അയ്യോ, ഇഷ്ടമുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചിരിച്ചത്, ഞാൻ ബിനോടി മാലി 2 തെറി എഴുതിയിട്ടുള്ളൂ. സത്യം, ഉല്ലാസ് പന്തളത്തിന് ഒരുപാട് തെറി എഴുതിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇഷ്ടം കൂടിപ്പോയി. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ ശമ്പളത്തിന് ഞാനൊരു സാധനം മേടിച്ചു. അതെനിക്ക് ഉല്ലാസ് പന്തളത്തിന് കൊടുക്കണം. സ്നേഹം മതി, അതൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ പറയല്ലോ, ഒന്നും മേടിക്കും. പ്രേക്ഷകരിൽ നിന്ന് സമ്മാനങ്ങൾ നേരിട്ട് മേടിക്കാറില്ല. പക്ഷെ എന്നാലും ദുബായിൽ നിന്നൊക്കെ ഇതുകൊണ്ട് വന്നല്ലോ ഉല്ലാസ് ചേട്ടാ. ഞാൻ ഇല്ല മനസ്സ് വിഷമിപ്പിക്കണ്ട. അത് മോശം. അതെന്താന്നറിയോ, ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക ദുബായ് വരെ എന്റെ ഖ്യാതി ഞാനിങ്ങനെ പടർന്ന് പന്തലിച്ചോണ്ടിരിക്കുക. പിണങ്ങല്ലേ. അടുത്ത വരവിന് വരുമ്പോ ബിനുവാടി വലിക്ക് ഞാൻ വെളുക്കുന്ന എന്തെങ്കിലും മരുന്ന് തരാം, കുങ്കുമപ്പൂ കൊണ്ട് തരാം, കലക്കി തരാം. ക്ഷമിക്കണ്ട, 5-6 വർഷം കഠിനാധ്വാനം ചെയ്യ്, കേറി വരും. നമസ്കാരം. ദുബൈയിൽ എവിടെയാണ്? പ്രേഷ്യയിലല്ലേ? അതെ, എൻ്റെ ആദ്യത്തെ ശമ്പളത്തിന് മേടിച്ചോണല്ലോ. അത്ര എനിക്ക് ഇഷ്ടമാണ്. ഫാമിലിയൊക്കെ ചോദിച്ചെന്ന് പറയണം. തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ട് മനസ്സറിഞ്ഞു തരുന്നൊരു സമ്മാനമാണ്. സ്നേഹത്തോടു കൂടി ഇത് മേടിക്കണം. സന്തോഷം. ബിനോടി മാലി പിണങ്ങണ്ട, എനിക്ക് ഇഷ്ടമാണ്.
ഇവിടെ വെച്ച് പൊട്ടിച്ച് കാണിക്കരുത് കേട്ടോ. വീട്ടിൽ കൊണ്ട് കാണിച്ചാൽ മതി. ഇവിടെ വെച്ച് പൊട്ടിക്കല്ല്. അസൂയ കാണുമെന്ന് എല്ലാവർക്കും അതുകൊണ്ട്. അപ്പൊ തന്നെ അടിച്ചു. ആ സന്തോഷാന്നും പറഞ്ഞിരുന്നു. പുള്ളി വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിക്കാൻ പറഞ്ഞാൽ എന്തോ ഒരു ദുരൂഹതയില്ലേ? അങ്ങനെ ഇനി അവിടെ ചെന്ന് പൊട്ടിക്കുമ്പോൾ വല്ല ബോംബോ വല്ലതും ഉണ്ടെങ്കിലേ ഈ ശരീരം ഇരിക്കുന്ന സാധനമൊക്കെ ഉണ്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ട്. പിന്നെ ദുബായിൽ നിന്ന് ഞാൻ ബോംബും കൊണ്ട് ഫ്ലൈറ്റിൽ കയറി വരുമല്ലോ സുഖമായിട്ടിരുന്നു. വീട്ടിൽ കൊണ്ട് പൊട്ടിച്ചാൽ മതി. ഈ പൊതുവെ വലിയ ശരീരമുള്ള ആൾക്കാരൊക്കെ വെറും പാവങ്ങളാ. അതല്ലേ? അത് പൊതുവേ ഉള്ള കാര്യം. എന്നാലും ഞാൻ നോക്കാം, എന്താന്ന് നോക്കട്ടെ. ചുമ്മാ വീട്ടിൽ പോയി നോക്കാം. പുള്ളി വീട്ടിൽ പോയി നോക്കില്ല. നിങ്ങൾക്ക് ഇത് അസൂയ വന്നിട്ടല്ലേ പറയുന്ന പുള്ളി. പുള്ളി വീട്ടിൽ പോയി നോക്കിയാനത്. അതെ. ഇത് കൊള്ളാല്ലേ? അത് കൊള്ളാം. ഉഗ്ര സാധനം. ഞാൻ എത്ര കടയിൽ തിരക്കിട്ടുണ്ടെന്ന് അറിയുന്നത്. ഷോക്കേസിൽ വെക്കാല്ലേ? ഉല്ലാസേട്ട ഇത് മാൻഡ്രേക്ക് അല്ലേ? ഏത് ഇതിന്റെ സംഭവം എന്നാന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. ആ ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറഞ്ഞ സിനിമ കണ്ടായിരുന്നോ? ഇതുപോലത്തെ ഒരു മുട്ടത്തല കൊണ്ട് തരും. എത്ര നന്നായിട്ടിരിക്കണവനാണെങ്കിലും അത് കൈ കിട്ടിയാൽ നശിച്ചു പോകും. അയ്യോ നിയമം അറിയത്തില്ലേ? സന്തോഷത്തോടെ ഇത് ആരെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കണം. നിങ്ങൾ സന്തോഷമായിട്ടല്ലേ ഇത് മേടിച്ചത്? ഇനി സ്നേഹമായിട്ട് ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചാലേ നിങ്ങൾ അനുഭവിച്ചോളും. നീ അനുഭവിച്ചോളും. നീ എന്നെ കൊറേ തിരിച്ചെഴുതിയല്ലേ അതിനകത്ത്. ഞാൻ വെച്ചിരുന്ന പിന്നെ ഉണ്ടാക്കണം. നീ അനുഭവിക്കൂടാ. നീ ഇനിയിപ്പോ എല്ലാരും മേടിക്കല്ലോ നിന്റെ. അയ്യോ ഞാൻ ഗൾഫിൽ അത്ര ഫേമസ് അല്ല. അതിനല്ലെന്ന് അളി ഒന്നും അത്രത്തോളം വന്നിട്ടില്ല. അളി ഒന്ന് ഇങ്ങോട്ടൊന്ന് വാളിയാവും. ഞാൻ നടക്കാൻ പിച്ച വെച്ച് നടക്കുന്നു. ഇങ്ങോട്ട് വാ അളി, ഇങ്ങോട്ട് വാ. ഇല്ല ഇല്ല പിരിച്ചേട്ടാ ഒരു അപകടത്തില് അടുത്ത് നിൽക്കാം. പക്ഷേ മേടിക്കൂല. അല്ല അല്ല ഞാൻ പറഞ്ഞത് അറിയോ, ഇവനെ പോലുള്ള വെച്ചേക്കരുത്. അവൻ ഫേസ്ബുക്കിൽ നമുക്കെതിരെ കമന്റ് ഇടുക. ഇപ്പൊ നേരിട്ട് ദ്രോഹിക്കാൻ വന്നേക്കുക. ഇന്ന് പിടിച്ച ഞാൻ ഇവൻ രണ്ടെണ്ണം കൊടുത്തിട്ടുള്ളൂ. ഒന്ന് പിടിച്ച ആളെ പിടിച്ച് കൊടുക്കാനാണോ? കൊടുത്ത ഞാൻ പിടിക്കും. എന്റെ പിടിച്ചേട്ടാ, നിങ്ങളല്ലാതെ ആരെങ്കിലും ഇത് കയറി പിടിക്കോ? അല്ല ഞാനേ ഇതേ അനുഭവീര. നീ അനുഭവീര. നിനക്ക് ഗൾഫിൽ ഫേമസ് ആവണ്ട. നീ അനുഭവീര. ഞാനും എനിക്കൊന്ന് കൊടുക്കട്ടെ. പിന്നെ അല്ല ഇത് ആരെങ്കിലും ഒന്ന് മേടിക്കാവോ? അത് മേടിക്കണമേ. പിന്നെ എന്റെ നേരമൊക്കെ ചിരിക്കുന്ന ഞാൻ നാഭിച്ചുഴി ഞാൻ ഇടിച്ച് കലക്കി കളയും. ഇവനാണ് ഞാനാള്. ഇവനാ അല്ലാതെ സംഭവം എന്താണെന്നറിയോ? എന്താ സംഭവം? ജൂനിയർ മാൻഡ്രേക്കിനകത്തുണ്ടല്ലോ രത്നങ്ങളും വൈഡൂര്യങ്ങളും സ്വർണ്ണമൊക്കെ കേട്ടിട്ടുണ്ട്. വെച്ചോ. അയ്യോ ഇത് കുലുങ്ങുണ്ടല്ലോ ഏതാണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് തരില്ല. കേക്കണ്ട ശബ്ദമുണ്ട് അല്ലേ? എന്താണ് വജ്രോ? വജ്രത്തിന്റെ സിനിമയിൽ അങ്ങനെ ഉണ്ടല്ലേ? വജ്രത്തിന്റെ മൂല കൊള്ളുന്ന ഒരു ഒച്ച. നോക്കട്ടെ. നോക്കി. ഇതിന് ചിലപ്പോ സ്വർണ്ണവും വജ്രവും വജ്രമുണ്ട്. സന്തോഷത്തോടെ അല്ലേ മേടിച്ചേ? വെച്ചോ, കയ്യിൽ വെച്ചോ. അവിടെ ഇതിരുന്ന അറബി ഇപ്പോഴും ജയിലിലാണ്. 20 വർഷം ഇത് സന്തോഷമായിട്ട് ആർക്കെങ്കിലും ഞാൻ പിന്നെ ഇപ്പൊ ഞങ്ങൾ മേടിക്കഴിഞ്ഞ് കൊണ്ടുപോകാം. ആരോ കൂടെ കുറെ നാളായിട്ട് ദുഃഖമായിട്ടിരിക്കുക. ഞങ്ങൾ സന്തോഷിക്കാൻ കൊണ്ട് ഇതുപോലുള്ള ദ്രോഹമൊക്കെ ചെയ്യുന്ന അത്ര നല്ലതല്ല. നിങ്ങൾ ഷൈൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചു ഞാൻ തന്നത്. അസൂയാണ് തനിക്ക്, അസൂയ. ഞാനൊരു കലാകാരനല്ലാത്തതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഒരു കലാകാരനും ഇങ്ങനെ ചെയ്യില്ല. ഒരു കലാകാരൻ ആണ് താനൊരു കലാകാരനായിരുന്നെങ്കിൽ ഇങ്ങനെ താൻ ചെയ്യില്ല. കലാകാരന്റെ മനസ്സ് ഇത്ര ക്രൂരമല്ല. അല്ല, അറിയാവോ? ആര് കലാകാരനല്ല? താൻ കലാകാരനാണെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലല്ലോ. ഞാനാ സുഹൃത്തെ. എന്ത് ഇയാൾ എന്തൊക്കെ ചെയ്യും? ഞാൻ കോമഡി സ്കിറ്റൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ എഴുതി വിടുന്നത്. ഇയാൾ എന്തൊക്കെ ചെയ്യും? അങ്ങനെയാണ് ഞാനൊന്നും ചെയ്യില്ല. എന്നാലും ഞാൻ എഴുതും. എഴുതും. മോശമല്ലേ? എനിക്ക് ഇഷ്ടമില്ല നിന്റെയൊക്കെ കോമഡി. ഞാൻ എഴുതും. സുഹൃത്തെ, ഞാൻ എന്നെ കുറിച്ച് അറിയാമോ നിങ്ങൾക്ക്? ഒരുപാട് സ്ഥലത്ത് പരിപാടി അവതരിപ്പിക്കാൻ അവസരം ചോദിച്ചു നടന്ന ഒരാളാണ് ഞാൻ. അതാ കിട്ടില്ല, കാരണം കഴിവില്ല. കാരണം സ്വഭാവം ഇതേമാതിരി സ്വഭാവം കഴിവുണ്ട്. ഞാൻ അങ്ങനെ ചെയ്താൽ നിങ്ങൾ എഴുതില്ലേ? അതുകൊണ്ട് ഞാൻ അങ്ങനെ പുറകിൽ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇവിടെ ഞാൻ നിങ്ങളെ തോപ്പിക്കും. ഇവിടെയോ? ഇവിടെ ഞാൻ തോപ്പിക്കും. ഞങ്ങളെ? അതെ, ഫേമസായ കലാകാരന്മാരായ ഞങ്ങളെ തോപ്പിക്കും. കേവലം നിങ്ങൾ അന്ന് തോൽപ്പിച്ച ചൂലം. ഒറ്റയടിക്ക് ഒരു പാട്ടിൽ 3 നടന്മാരെ ഞാൻ ചെയ്യും. ഒരു പാട്ടിൽ 3 നടന്മാരെ ഞാൻ ചെയ്യും. ആണോ? എന്നാ ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ ഒന്ന് കാണണോ? ഓരോരുത്തരായിട്ട് കാണിക്കാം. ഒരു പാട്ടിലാണ് 3 പേര് മിന്നി മറഞ്ഞു വരും. ഓ ശരി ശരി.
പക്ഷെ കമന്റ് എഴുതരുത് പ്ലീസ്. അതൊക്കെ എഴുതും. ഇല്ല ഇല്ല എഴുതത്തില്ല. എങ്കിൽ ഞാൻ ഗൾഫിൽ പോയിട്ട് വീണ്ടും നിനക്ക് എഴുതും. ഇല്ല ഇല്ല എഴുതത്തില്ല. പാട്ടിടാൻ പറ. മോനെ ആ പാട്ടൊന്നിട്ട് കൊടുത്തേ. മുല്ലപ്പും പല്ലിലോ കൂട്ടിക്കവി അടിപൊളി. നിങ്ങൾ എഴുതിയല്ല സത്യം പറഞ്ഞോണ്ടല്ലോ. തല്ലി കൊല്ലണം. എന്ത് നന്നായിട്ടുണ്ടെന്ന് പറയാം. അതെ, നിങ്ങളുടെ മുമ്പ് ഒന്ന് ഷൈൻ ചെയ്യണമല്ലോ, അതിനു വേണ്ടി ഞാൻ ചെയ്തു. അടിപൊളി അടിപൊളി. ആണല്ലേ? ധൈര്യമായിട്ട് ഇനി സ്റ്റേജിൽ പെർഫോം ചെയ്തോളൂ. പക്ഷേ കോമഡി മസാലയിൽ വന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സമ്മാനം തരുമല്ലോ. ആ ചെക്കിൻ ചെന്നാൽ ഞങ്ങൾ പോകായിരുന്നു. അതെന്താ അശ്വതി ആ ആ ചെക്ക് ആ കൊടുത്തേ. ചെക്കിങ് കൊടുത്തേരെ. ഈ 5000 രൂപയുടെ ക്യാഷ് വൗച്ചറാണോ? ഒരു പിന്നെ ഒരു പറക്കാട് ജുവലേഴ്സ്. പറക്കാട്ടിന്റെ പൊന്നാന വേണോ? അതോടെ വെച്ചു അതോടെ വെച്ചു. ആ ശരി. മതിയോ? പൊന്നാനൊക്കെ തരൂ. മതിയോ? പക്ഷെ ഞാൻ തമാശ പറഞ്ഞത്. പൊന്നാന വേണം. അത് കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. ആണല്ലേ? നിങ്ങൾക്ക് മറ്റേ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ദിനോസർ. ആണല്ലേ? ഈ ക്യാഷ് വൗച്ചർ 50,000 5,000 രൂപ അല്ലേ? 5000 രൂപയുടെ ക്യാഷ് വൗച്ചർ. ഇത് 5 രൂപയല്ലേ ഉള്ളൂ, പൂജ്യത്തിന് വില ഉണ്ടോ? പൂജ്യത്തിന് വില ഉണ്ട് ഇപ്പുറത്ത്. 5000 മതി. ഇത് ഒരു സന്തോഷത്തിന് ഇപ്പൊ തരുന്നത്. ഞാൻ വെറുതെ ചെയ്തതാണ് സംഭവം. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹം തോന്നി. നല്ല പ്രകടനമായിരുന്നു. എങ്ങനെയുണ്ട്? തങ്കത്തിൽ സന്തോഷമായില്ലേ? പൊതിഞ്ഞ സന്തോഷമായി. അതെ, അപ്പൊ ഒരു പൊന്നാനയും ഈ ഒരു ചെക്ക്. ഞാൻ ചുമ്മാ ചെയ്ത നിങ്ങളിത് പൊന്നാനയല്ല, പൊൻ ദിനോസർ. ദിനോസർ. അതെ അതെ, ദിനോസർ. പ്ലീസ് സ്നേഹത്തോടെ സ്വീകരിക്കണം. ഈ ചെക്ക് ഏത് ബാങ്കിൽ എടുക്കും? അതാണ് ഞാൻ ആ ഈ ചെക്കൊന്ന് പിടിച്ചേ.